നമസ്കാരം, ഫ്ലോട്ടി മീൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ടാറ്റ സെനോൺ ആണ്. ടാറ്റയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1945 ഫസ്റ്റ് ടാറ്റ വാഹനങ്ങൾ ഇറക്കി തുടങ്ങിയത്. 1954 കൊമേഴ്ഷ്യൽ വെഹിക്കിൾ പിന്നെ ലോക്കോമോട്ടീവ് എഞ്ചിൻസും ടാറ്റ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. 1968 ബെൻസായിട്ട് ഡൈംലർ ബെൻസായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വാഹനങ്ങൾ ഇറക്കാൻ തുടങ്ങിയത്. ഈ വണ്ടീനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ നമ്മളോടൊപ്പം ആളുണ്ട്. നമുക്ക് ആളോട് കൂടുതൽ ചോദിക്കാം. ബോണിച്ചേട്ടൻ, ഹായ്. ബോണിച്ചേട്ടനെ കുറിച്ച് കൂടുതൽ പറയാനില്ല. ബോണിച്ചേട്ടൻ നമുക്ക് ഓൾറെഡി ഒരു കാർ തന്നിട്ടുണ്ടായി. ഫസ്റ്റ് നമ്മളുടെ അടുത്ത ഒരു ഫ്രോൺസ് ബോണിച്ചേട്ടൻ്റെ ആയിരുന്നു. ബോണിച്ചേട്ടൻ ഈ വണ്ടി ബോണിച്ചേട്ടന്റെ ഫ്രണ്ടിന്റെ ആണെന്ന് പറഞ്ഞു. അതെ, ഫ്രണ്ടിന്റെ വണ്ടിയാണ്. ഇപ്പൊ ബോണിച്ചേട്ടൻ എത്ര നാളായി നോക്കുന്നു? ഇത് ഏകദേശം ഒരു വർഷത്തിനടുത്തായിട്ട് വാഹനം കയ്യിലുണ്ട്. അതെ. അപ്പൊ ബോണിച്ചേട്ടനാണ് ഇതിപ്പോ മെയിൻറ്റെയിൻ ചെയ്യണത്. ആളെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. അതെ, ആളെ ഇവിടെ ഇല്ല. ഓക്കെ. ഈ വണ്ടി അതായത് ഫാമിലി ക്ലാസും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി. തീർച്ചയായിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഫ്രണ്ട് ഈ വണ്ടി എടുക്കാൻ കാരണം? ആളെ സംബന്ധിച്ച് പുള്ളിക്കാരന് സ്പോർട്ട് RX കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെഹിക്കിൾസിന്റെ പാർട്സിന്റെ ഒക്കെ ഒരു ചെറിയ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളുണ്ട്. അപ്പൊ ആൾക്ക് ആ ഒരു പർപ്പസ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വണ്ടി ആകുമ്പോൾ പുള്ളിക്ക് ഫാമിലി പർപ്പസും നടക്കും. അതുകൂടാതെ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അതും യൂസ്ഫുൾ നടക്കും. അതാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ അകത്തൊരു DH ക്രിയേഷൻസ് എന്ന് പറഞ്ഞാൽ. അതെ, DH ക്രിയേഷൻസ് അവരുടെ ഇന്റീരിയർ ഡിസൈനിങ് വിങ് ആണ്. അവരുടെ ബ്രദറിൻലോയുടെ ഈ കാരണത്ത് പല സ്ഥലത്തുമായിട്ട് കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും വണ്ടി അത്യാവശ്യം ഓൾട്ടേഡ് ആണ്. അതെ, നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വെഹിക്കിൾ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ പെട്ടെന്ന് ഒരു പ്രൊജക്ഷൻ ഈ വണ്ടിക്ക് തോന്നുന്നുണ്ട്. അതെ. ടാറ്റ സെനോൺ എന്ന് പറയുമ്പോഴേക്കും 2009 ഫസ്റ്റ് ടാറ്റ സെനോൺ വന്നു തുടങ്ങിയത് അല്ലേ? അന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും കോമ്പറ്റീഷനും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു മോഡൽ. ഈ ഒരു പർട്ടിക്കുലർ വണ്ടി വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സെഗ്മെന്റിൽ അധികം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. അതെ. ഇപ്പൊ ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ് വണ്ടികൾക്ക്. ഈ വണ്ടി ഇസുസു വന്നു, പിന്നെ ടൊയോട്ടയുടെ മാർക്കറ്റിൽ ഹൈലക്സ് ഓരോ വണ്ടികളും. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഈ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ ഒരു പ്രൊഡക്ഷൻ ഇന്നുമായിരുന്നു. അതായത് പ്രൈവറ്റ് വെഹിക്കിൾസിന് ഇത് കിട്ടേണ്ടതാണെന്ന് തോന്നുന്നത്. ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറി വണ്ടിക്ക് ഇപ്പൊ ടാക്സി രജിസ്ട്രേഷനെ പാടുള്ളൂ എന്ന് ഗവൺമെന്റ് റൂൾ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വെഹിക്കിൾ ഇതായിരുന്നു ടാറ്റ തന്നെയാണ്. പക്ഷെ നമുക്ക് പ്രൈവറ്റ് വണ്ടികൾ അങ്ങനെ കാണാൻ ഇല്ല, രജിസ്ട്രേഷൻ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇല്ല. ബ്രോ, ആക്ച്വലി ഇത് 2014 മോഡൽ, 2014 മോഡലാണ്. ഇതിന്റെ നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ അകത്ത് എങ്ങനെയായിരുന്നു? ഇത് വണ്ടി അത്യാവശ്യം ഫ്രണ്ട് റോ വലിയ കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട്. റിയറിലും വലിയ പ്രശ്നമില്ല. പക്ഷെ എന്നാലും ഒരുപാട് അധികം സ്പേസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും സെക്കൻഡ് റോയും കുഴപ്പമില്ല. നമുക്ക് ആ ബാക്കിൽ ആ ഒരു ബോക്സ് വന്നേക്കണതിന്റെ ഇതുണ്ട്. അതെ. മറ്റേ കാർ പോലെ അത്ര സ്പേഷ്യസ് അല്ല. ഇല്ല, എങ്കിലും ഒരു 4-5 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റും. തീർച്ചയായിട്ടും. പിന്നെ പറയുമ്പോ ഇതിന്റെ സസ്പെൻഷൻ വരുവാണെങ്കിലോ? സസ്പെൻഷൻ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. അത്ര വലിയ പ്രശ്നമില്ല. ബാക്കിൽ ലീഫ് ആണെങ്കിലും യാത്രാസുഖം അത്ര വലിയ പ്രശ്നമല്ല. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നണം ഫ്രണ്ടിൽ എനിക്ക് തോന്നണം സ്പ്രിംഗ് സസ്പെൻഷൻ അല്ലേ വരുന്നത്, ബാക്കില് ലീഫും. അതെ. ഓക്കെ. പ്രോ ഇതിന്റെ അകത്ത് വരുന്നത് 2.2 ലിറ്റർ ഡൈക്കോർ എഞ്ചിനാണ്. അതെ. ഇതിന്റെ മൈലേജ് എന്തോരം കിട്ടുന്നത്? ഇതിന്റെ മൈലേജ് നമ്മൾ ലോങ് ട്രിപ്പ് പോകുമ്പോൾ ഹൈവേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് 15 കിലോമീറ്റേഴ്സ് മൈലേജ് ഉണ്ട്. അവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 12.5 13 ആ ഒരു റേഞ്ചിലാണ്. ഈ ഓൾട്രേഷൻ ചെയ്തിട്ട് ആ ഒരു മൈലേജ് കിട്ടുന്നുണ്ട്. ഈ മോഡിഫിക്കേഷനിൽ അതിന്റെ ഒരു വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവാം. ഓക്കെ. സ്റ്റോക്കിൽ ഇത് നേരത്തെ ഓടിച്ചിട്ടുണ്ടായത്? ഇല്ല, സ്റ്റോക്കിൽ ഓടിച്ചിട്ടില്ല. ഫുൾ ഓൾട്ടേഡ് ആയിട്ടാണ് അതെ കൂടുതലും. ഓക്കെ. ബ്രോ, ഇതിന്റെ 2 വീലും 4 വീലും വരുന്നുണ്ട്. അതെ. ഈ വെഹിക്കിൾ ഏതാ വരുന്നത്? നമ്മുടെ കയ്യിലിരിക്കുന്നത് 2 വീൽ വേരിയന്റ് ആണ്. ഡിഫറൻഷ്യൽ ഉള്ള മോഡലാണ് നമ്മുടെ കയ്യിലുള്ളത്. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു അതിന്റെ അകത്ത് ചെയ്യുന്ന ഓൾട്രേഷനിലാണ് ഈ സ്നോർക്കൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വീൽ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. അലോയ്സും അതേപോലെ തന്നെ ഒരു ബിഗ് സൈസ് ടയർ ഇട്ടിട്ടുണ്ട്. അതെ, 80 ടയർ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഈ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ വലിയൊരു ലഗേജ് വെക്കാനുള്ള ഒരു സ്പേസ് തന്നെ ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതെ. അതേപോലെ തന്നെ ഈ ക്യാമ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ പോകാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഒരു വെഹിക്കിൾ തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും. ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു വാഹനം അത്യാവശ്യം ഈ ഒരു വരുന്ന പർപ്പസ് ഒക്കെ സെർവ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വാഹനം എടുത്തിരിക്കുന്ന സുഹൃത്തിനാണെങ്കിൽ പോലും പുള്ളിക്കാരന് സ്പോർട്ട് RX കസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് വെഹിക്കിൾ അക്സസറീസിന്റെ ഒരു ഷോപ്പ് ഉണ്ട്. അതിന്റെ ഒരു വലിയൊരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതെ. അപ്പം ആൾക്ക് അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുപോകാനും ടയേഴ്സ് ആണെങ്കിലും അലോയ്സ് ആണെങ്കിലും അങ്ങനെ സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ അത് കൂടാതെ തന്നെ പുള്ളിക്കാരൻ ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പുള്ളി ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഇങ്ങനെ ക്യാമ്പിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഓൾറെഡി പറഞ്ഞായിരുന്നു. അതെ. ട്രിപ്പ് ഒക്കെ പോയിട്ടുള്ള ഒരു അതെ. അപ്പോ പുള്ളിക്ക് ആ ഒരു പർപ്പസ് എല്ലാം സെർവ് ചെയ്യാനായിട്ട് വണ്ടി കൊണ്ട് പറ്റുന്നുണ്ട്. ഹെഡ്ലൈറ്റ് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു യോധ ആ ഒരു ഏകദേശം ആ ഒരു
രീതിയിൽ പാറ്റേണിൽ തന്നെയാണ് വരുന്നേക്കണത്. പിന്നെ എനിക്ക് തോന്നുന്നു 2 ഫോഗ് ലാമ്പ് അഡീഷണലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രില്ല് മിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ഒരു സ്പീഡെക്സിന്റെ ഒരു നമ്പർ പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വണ്ടി കുറച്ച് അപ്സൈസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വീലിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ഒരു ഹൈറ്റ് കൂടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ തന്നെ വണ്ടി നല്ല ഹെവി ജാങ്കോസ് ആയിട്ടാണ് ഈ വണ്ടി നിൽക്കുന്നത്. അതെ അതെ. ഇന്റീരിയർ സൈഡ് നോക്കുവാണെങ്കിൽ വലിയ ആർഭാടൊന്നുമില്ല, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ. അതെ അതെ, നോർമൽ ആയിട്ടുള്ള ഒരു സാധാ ഒരു വണ്ടിയുടെ ഒരു ഇന്റീരിയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതിന്റെ കൺട്രോൾസ് എല്ലാം സെന്ററിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഒരു സെൻട്രൽ കൺസോൾ നടുക്കൂടെ പോയിട്ടുണ്ട്. ഇതൊരു വലിയ ഇതൊന്നുമില്ല, ആ ക്രോം ഫിനിഷ് ആ കാര്യങ്ങളൊന്നുമില്ല. സാധാ ഒരു 12 ടോൺ ഒരു കളറിലാണ് ഈ സാധനം ചെയ്ത് വെച്ചേക്കണത്. അതേപോലെ തന്നെ AC വെന്റ് ആണെങ്കിൽ പോലും 4 വെന്റ് വരുന്നുണ്ട്. അതിന്റെ അകത്താണേലും ഈ പറഞ്ഞ പോലെ വേറെ സിൽവറാ അലൂമിനിയം ഫിനിഷാ ഒന്നും വരുന്നില്ല ഉള്ളത്. പിന്നെ ഒരു 2-3 സ്വിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ചെറിയ ക്ലോക്ക് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഒരു അനലോഗ് ക്ലോക്ക്. ഇതാ ഒരു ടാറ്റയുടെ പല വാഹനങ്ങൾക്കും വരുന്ന ഒരു ക്ലോക്ക് ആണ്. എനിക്ക് തോന്നുന്നു സഫാരിയിലും ഈ ക്ലോക്ക് തന്നെ നമുക്കൊന്ന് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, 2 എണ്ണം, വേറെ ഒരെണ്ണം അഡീഷണലി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വലുതായിട്ടൊന്നുമില്ല, സാധാ ഒരു നോർമൽ ഒരു കാർ എങ്ങനെയാണോ ആ ഒരു രീതിക്ക് തന്നെയാണ് ഇത് ഇന്റീരിയറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെഗ് സ്പേസ് ബാക്കിൽ വരുമ്പോഴേക്കും ഈ ഒരു സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ഒരു 5 പേർക്ക് ഇരുന്ന് പോവുകയും ചെയ്യാം. അത്യാവശ്യം നല്ല രീതിക്കുള്ള ലഗേജും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കാണ്. അതേപോലെ തന്നെയാണെങ്കിലും ഈ ബാക്ക് സൈഡിലാണെങ്കിലും തൊട്ട് പുറകിലായിട്ട് നമുക്ക് ഗ്ലാസും വരുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി കിട്ടുന്ന ഒരു ഗ്ലാസ് ആണ് ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ടോട്ടലി നമുക്കൊരു ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി, ക്യാമ്പ് ചെയ്യാൻ പർപ്പസിന് വേണ്ടി ഒരു ഉപയോഗിക്കുന്ന ഒരു വണ്ടിയും കൂടെയാണ്. പൂർണ്ണമായിട്ടൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് അല്ലാണ്ട് നമുക്ക് ട്രിപ്പ് പോകാൻ ആ ഒരു രീതിക്ക് നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ വണ്ടീനെ കുറിച്ചുള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ഗുഡ് ബൈ.